എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ പലഹാരമാണ് കേട്ടോ. ഒരു അച്ചു ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കണം. ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുകി കിട്ടി ഇത് മാറ്റി വയ്ക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് ചിരകിയ നാളികേരം ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ള എള്ള്, രണ്ടും കൂടി നല്ലോണം നമുക്കൊന്ന് വറുത്തെടുക്കാം. നാളികേരം നല്ലോണം ചൂടായി കിട്ടി പാനിൽ നിന്ന് ഇത് മാറ്റാം. അതേ പാനിലേക്ക് 1/4 കപ്പ് അവില് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ക്രിസ്പി ആക്കി എടുക്കണം. ഏത് അവിലായാലും കുഴപ്പമില്ല കേട്ടോ. അവില് നല്ല ക്രിസ്പിയായി നമുക്ക് ഇതും പാനിൽ നിന്ന് മാറ്റാം. 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. കുറച്ച് കപ്പലണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂ. ഇത് രണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കപ്പലണ്ടിയും കാഷ്യൂ റോസ്റ്റായി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വേറൊരു പാനിലേക്ക് മാറ്റാം. ക്രിസ്പി ആക്കി വെച്ചേക്കണ അവിലൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത അവില് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. കപ്പലണ്ടി അണ്ടിപ്പരിപ്പും ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിട്ടാ. ക്രഷ് ചെയ്തെടുത്ത് അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. 1/4 കപ്പ് കടലമാവ് ആഡ് ചെയ്യുന്നുണ്ട്. മാവ് ഒന്ന് അരിച്ചിട്ട് ആഡ് ചെയ്തോളൂ. നെയ്യിൽ ഈ മാവ് നല്ലോണം വറുത്തെടുക്കണം. കടലമാവ് നല്ലോണം റോസ്റ്റ് ആയി വരുമ്പോൾ നെയ്യിൽ ഇങ്ങനെ അലിഞ്ഞൊരു പേസ്റ്റ് രൂപത്തിൽ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചേക്കണ അവിലിട്ട് കൊടുക്കാം. ഇതും കൂടി ഈ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്യാം. ഈ നമ്മൾ ഉരുക്കി വെച്ചേക്കണ ശർക്കര അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഒഴിച്ചാൽ മതി. ഫ്ലെയിം സിമ്മിൽ വെച്ച് ചെയ്തോളൂ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. സപ്പോസ് നിങ്ങൾക്ക് കട്ട പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതിങ്ങനെ നമ്മൾ അമർത്തി കൊടുക്കുമ്പോൾ തന്നെ കട്ടകളൊക്കെ ഉടഞ്ഞു കിട്ടും. കാരണം നമ്മൾ കടലമാവും അവിലും എല്ലാം റോസ്റ്റ് ചെയ്തിട്ടാണ്. അതുതന്നെ കട്ട പിടിക്കില്ല. ശർക്കരപ്പാനി ചേർത്ത് ഒന്നും കൂടി ഡ്രൈ ആയി. ഇനി നമുക്ക് ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്യാം. 1 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, ചൂടാക്കി വെച്ചേക്കണ നാളികേരത്തിന്റെ എള്ളിന്റെ മിക്സ് ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് പൊടിച്ചതും ചേർക്കാം. ഇതിൽ ഇനി ഞാൻ നെയ്യ് ചേർക്കണില്ല കേട്ടാ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തോളൂ. എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഓൾറെഡി കടലമാവൊക്കെ നമ്മൾ നെയ്യിലാണ് റോസ്റ്റ് ചെയ്ത് എടുത്തേക്കണേ. അത് കാരണമാണ് നെയ്യ് ആഡ് ചെയ്യാത്തേട്ട. വേണമെന്നുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മിക്സ് കുറേശ്ശെ തണുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഒരുപാട് തണുത്തിട്ടില്ല. ഇനി നമ്മളിത് ഷേപ്പ് ആക്കാനാണ് പോണത്. ജെല്ലിയൊക്കെ വാങ്ങണ ഒരു മോൾഡ് കിട്ടില്ലേ, അതാണ് എടുത്തേക്കണത് ഷേപ്പ് ആക്കാനായിട്ട്. നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിൽ ഷേപ്പ് ആക്കി എടുക്കാട്ട. ഇതിലേക്ക് മിക്സ് കുറച്ച് വെച്ച് കൊടുക്കുക. ഈ മോൾഡിൽ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് നെയ്യ് തേക്കണം. നല്ലോണം പ്രസ് ചെയ്തോളൂ. നമ്മളിത് വേറൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. വയ്ക്കുമ്പോൾ ഒന്ന് ഞെക്കി മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഇതങ്ങനെ വരും. നമ്മൾ മോൾഡിലേക്ക് അടുത്ത് വെച്ച് കൊടുക്കാം. നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്താലേ അടിഭാഗം കറക്റ്റ് ആവുള്ളൂ. അടുത്തതും വെക്കാം. ഇതുപോലെ നമുക്ക് ഈ മിക്സ് മുഴുവനും റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ ഷേപ്പ് ആക്കി എടുത്തു. സിമ്പിളായിട്ടും നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പലഹാരം കൂടിയാണ്. കേടുകൂടാണ്ട് സൂക്ഷിച്ചു വെക്കാനും പറ്റൂട്ടോ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.